തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ഈശോയിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മളുടെ യെശയ്യാ പ്രവാചകനെ കുറിച്ചുള്ള വിചിന്തനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രവാചകന്റെ പുസ്തകത്തിലെ 24 മുതലുള്ള അധ്യായങ്ങളെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് ഈ അധ്യായങ്ങളുടെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പ്രവേശിക്കും. നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ജൂദാദേശത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, ഇമ്മാനുവൽ പ്രോഫസി, അതെല്ലാം പ്രവാചകനായ യെശയ്യായുടെ പുസ്തകത്തിൻ്റെ മുഴുവൻ്റെയും ഭാഗമാണ്. ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ട് നമുക്ക് ഇമ്മാനുവൽ പ്രോഫസിയെ നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. മറിച്ച് പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഇമ്മാനുവൽ പ്രോഫസി എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് വിശേഷിപ്പിക്കുന്ന 24 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം കടന്നു വന്നിരിക്കുന്നത് പുതിയ നിയമത്തിലുമുണ്ട്, പഴയ നിയമത്തിലുമുണ്ട്. പുതിയ നിയമത്തിലെ വെളിപാട് പുസ്തകം ഏതാണെന്ന് നമുക്കറിയാം. യോഹന്നാന് പത്മോസ് ദ്വീപിൽ വെച്ച് കിട്ടിയ വെളിപാട്. ആ വെളിപാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പല ദർശനങ്ങളും ഉണ്ടാകും. പല രീതിയിൽ, പല പ്രകാരങ്ങളിൽ ഈ പുസ്തകം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെയും അതുപോലെ തന്നെയുള്ള മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഈ 24 മുതൽ 27 വരെയുള്ള അധ്യായങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. പേർഷ്യൻ സംസ്കാരത്തിൽ വളർന്നു വന്ന ഒരു പ്രത്യേക ലിറ്റററി ഫോമാണ് അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ. അതുകൊണ്ട് തന്നെ യെശയ്യാ പ്രവാചകന്റെ ഈ പുസ്തകത്തിൽ 24 മുതൽ 27 വരെയുള്ള അധ്യായങ്ങൾ പിൽക്കാലങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വചനഭാഗങ്ങളാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ ഇത് ഒരു ഏച്ചുകെട്ട എന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല ആശയങ്ങളും പല ദൈവശാസ്ത്രങ്ങളും കടന്നു വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചറിൻ്റെ പ്രത്യേകത, ദാനിയേലിൻ്റെ പുസ്തകവും അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ ആണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത, പഴയ വേൾഡ് ഓർഡറിനെ എടുത്തു കളഞ്ഞ് പുതിയ ഒരു വേൾഡ് ഓർഡർ നൽകുന്നതാണ് ഈ അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ. ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഓൾഡ് ഓർഡർ ആൻഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ന്യൂ വൺ. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഈ ഇസ്രായേലിനെ വാഗ്ദാന ദേശത്ത് നിന്ന്, അസീറിയൻ വിപ്ലവത്തിലൂടെ വാഗ്ദാന ദേശത്ത് നിന്ന് ഓടിക്കുകയും ജൂദാദേശത്തെ ബാബിലോണിലെ വിപ്ലവത്തിലൂടെ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തതിന് ശേഷം ഒരു പുതിയ ജനതയെ കർത്താവ് വീണ്ടും വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുവരുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതേ ചരിത്രം തന്നെയാണ്, ഇതിൻ്റെ വേറൊരു രൂപമാണ് അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചറിൽ കാണുന്നത്. പഴയ സംഭവങ്ങളെ, പഴയ ജീവിത സാഹചര്യങ്ങളെ മാറ്റി അതിൻ്റെ സ്ഥലത്ത് പുതിയൊരു ജീവിത സാഹചര്യത്തെ ഉൾച്ചേർക്കുന്നത് അനുഭവമാണ് ഇവിടെ കാണുക. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളിൽ പ്രധാനമായിട്ടും കാണുന്നത് ഭൂമിയുടെ മേലുള്ള വിധിയെക്കുറിച്ചാണ്. ദൈവം ഈ ഭൂമിയെ വിധിക്കാനായിട്ട് വരുന്നു. ആ വിധി എന്ന് പറയുന്നത് എല്ലാറ്റിനെയും, 3-ാമത്തെ വാക്ക് 24:3, ഭൂമി തീർത്തും ശൂന്യമാകും, പൂർണ്ണമായി കൊള്ളയടിക്കപ്പെടും. കർത്താവിൻ്റെതാണ് ഈ വചനം. ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകമാകെ വാടിക്കൊഴിയുന്നു, ഭൂമി അതിലെ നിവാസിക നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. നോക്കിക്കേ, അതുകൊണ്ട് ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോവുക. അതുകൊണ്ട് വേറൊരു ഭൂമി കർത്താവ് കൊണ്ട് തരുവാൻ പോവുക. അതാണ് 25-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ഈ പർവ്വതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും, മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന്.
സർവ്വജനതകളെ മറച്ചിരിക്കുന്ന ആവരണം, ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് ഇല്ലായ്മ ചെയ്യും എന്നൊക്കെ പറയുന്നതിലൂടെ ഭൂമിയെ നശിപ്പിക്കുന്നതിലൂടെ, ഈ പാപം നിറഞ്ഞ ഈ ഭൂമിയെ, ലോകത്തെ നശിപ്പിക്കുന്നതിലൂടെ വേറൊരു ലോകത്തിൽ, ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവമായ കർത്താവ് എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി പുതിയൊരു ജനതയെ കർത്താവ് സൃഷ്ടിക്കുന്നു എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുക. അതുപോലെ തന്നെ ഈ ഭൂമിയെ നശിപ്പിക്കുന്നതിലൂടെ തന്നെ ഈ ഭൂമിക്ക് എതിരായിട്ട് നിന്ന എല്ലാ വ്യക്തികളെയും എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് 27-ാമത്തെ അധ്യായത്തിൽ ലെവിയാഥൻ എന്ന് പറയുന്ന കടലിൽ നിന്ന് കടന്നു വരുന്ന വലിയ മൃഗത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. അത് ബാബിലോണാണ്. ബാബിലോണിനെ നശിപ്പിക്കുക. എങ്ങനെയാണ് ഈ ഭൂമി മോശമാണ്. ഈ ഭൂമി മോശമായതിനാൽ എന്ത് ചെയ്യും? കർത്താവ് ഈ ഭൂമിയെ ശൂന്യമാക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ പറയാം, ഈ ഭൂമി മോശമാണ്, പാപം നിറഞ്ഞതാണ്. മോശമെന്ന് പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, ഈ ഭൂമി പാപം നിറഞ്ഞതാണ്. പാപം നിറഞ്ഞ ഭൂമിയെ ശൂന്യമാക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് ബാബിലോൺ എന്ന് പറയുന്ന ജനതയെ കൊണ്ടുവന്നു. ആ ജനത ഈ ഭൂമിയിലേക്ക്, വാഗ്ദാന ദേശത്തേക്ക്, ജൂദാദേശത്തേക്ക് കടന്നു വന്ന് ജൂദാദേശത്തെ നശിപ്പിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ഈ ബാബിലോണിനെ നശിപ്പിച്ച് ദൈവമായ കർത്താവ് ഈ ഭൂമിയെ, ജൂദാദേശത്തെ തിരികെ വാഗ്ദാനത്തിന്റെ ദേശത്തേക്ക് കൊണ്ടുവരുന്ന രംഗമാണ് 24 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഈ ഭൂമിയിൽ നിന്ന്, അതായത് ജൂദാദേശത്തിന്റെ പാപം മൂലം ദൈവമായ കർത്താവ് ജൂദാദേശത്തെ നശിപ്പിക്കുകയും അതിനുവേണ്ടി ബാബിലോൺ എന്ന് പറയുന്ന ദേശത്തെ കൊണ്ടുവരികയും ചെയ്തു. ഇങ്ങനെ ബാബിലോണിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് ബാബിലോണിനെ നശിപ്പിച്ച്, അതായത് ലെവിയാഥൻ എന്ന് പറയുന്ന സർപ്പത്തെ നശിപ്പിക്കുന്നതിലൂടെ ബാബിലോണിനെ നശിപ്പിച്ച് ദൈവമായ കർത്താവ് ജനതയ്ക്ക് പുതിയ ഭാവവും പുതിയ രൂപവും നൽകി അവരെ കർത്താവിൻ്റെ മലയായ സെഹിയോൻ മലയിൽ ഒന്നിച്ചു കൂട്ടി വിരുന്നു കൊടുക്കും. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവം. ഇതൊരു അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചറിൻ്റെ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് സുപരിചിതമാണ്. എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു. കാരണം ആഴത്തിന് മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഇസ്രായേലാകുന്ന ഭൂമി, വാഗ്ദാനത്തിൻ്റെ ദേശം ഇസ്രായേലിന് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ഈ ഭൂമിയിൽ അവർ ചെയ്ത തിന്മകളാണ്, അന്ധകാരമാണ്. എന്നാൽ എന്ത് ചെയ്തു? ഈ അന്ധകാരത്തെ നശിപ്പിച്ച് കർത്താവായ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അതിന്മേൽ കടന്നു വന്നു. അത് കടന്നു വന്നപ്പോഴേക്കും പുതിയ ഒരു ഭൂമിയായിട്ട് മാറി. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ വെളിച്ചമുണ്ടായി. ഇതേ ആശയം തന്നെയാണ് ഈ 24 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളുടെ പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് 1-ാമത്തെ ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനോട് ചേർന്നാണ് 36 മുതൽ 28-ാമത്തെ അധ്യായം മുതൽ 35 വരെയുള്ള അധ്യായങ്ങൾ ഇസ്രായേലിൻ്റെ ജനതയ്ക്ക് കൊടുക്കുന്ന ഓരോ ഓറക്കിൾസ്, അല്ലെങ്കിൽ നിനക്ക് ദുരിതം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓരോ ഓറക്കിൾസാണ്, ഓരോ പ്രഭാഷണങ്ങളാണ്. നിനക്ക് ദുരിതം. ജെറുസലേമിനും താക്കീത് കൊടുക്കുന്നു. അതുപോലെ തന്നെ പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും താക്കീത് കൊടുക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും താക്കീത് നൽകി ഇസ്രായേലിൻ്റെ തിന്മ എന്താണെന്ന്, ജനത്തിൻ്റെ തിന്മ എന്താണെന്ന്, എന്തുകൊണ്ടാണ് ഇസ്രായേൽ വാഗ്ദാന ദേശത്ത് നിന്ന് പോയത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന ഭാഗമാണ് 28 മുതൽ 35 വരെയുള്ള അധ്യായങ്ങൾ. നമുക്കറിയാം 36 മുതലുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതൊരു ചരിത്രമായിട്ട് മാറുകയാണ്. ആ ചരിത്രത്തെ വീണ്ടും ഞാൻ അവതരിപ്പിക്കുന്നില്ല. എന്നാൽ 39-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ബാബിലോൺ രാജാവായ മെറോക്ക് ബലാദാൻ എന്ന് പറയുന്ന രാജാവ് ജെറുസലേമിലേക്ക് കടന്നു വരുന്നു. ഹെസക്കിയയുടെ കാലഘട്ടത്തിലാണ് കടന്നു വരുന്നത് എന്ന് പറയുന്നു. ആ കടന്നു വരുന്ന ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്?
ദേവാലയം ലൂട്ട് ചെയ്യുന്നു, ദേവാലയത്തെ കൊള്ളയടിക്കുന്നു. അവിടെ നിന്ന് ധാരാളം സാധന സാമഗ്രികൾ, സ്വർണവും വെള്ളിയും ഒക്കെ കൊണ്ടുപോകുന്നു. ആരാണ്? ബാബിലോൺ രാജാവാണ്. ആ കാലഘട്ടത്തിൽ ബാബിലോണിലെ രാജാക്കന്മാർ, സാമന്ത രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഹെസക്കിയയുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള രാജാക്കന്മാർ ജൂദായിലേക്ക് വന്ന് ഇവയെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് എന്തിൻ്റെ പ്രതീകമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? അത് ബാബിലോണിൻ്റെ ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ബാബിലോൺ ഇൻവേഷൻ്റെ പ്രതീകമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതൊരു ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. 40-ാമത്തെ അധ്യായത്തെ ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇതാണ് ഒന്നാമത്തെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഏശയ്യായുടെ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ, ഇവിടെയൊക്കെ കാണുന്ന പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഇമ്മാനുവൽ പ്രോഫസിയെക്കുറിച്ചുള്ള തീമാണ്. ഇമ്മാനുവൽ പ്രോഫസി. എന്നാൽ 40 മുതലുള്ള അധ്യായങ്ങളെ വേറൊരു രീതിയിലാണ് നമ്മൾ വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് 40 മുതലുള്ള അധ്യായങ്ങളെ വ്യാഖ്യാനിക്കുന്നത്? ഇത് പറയുമ്പോഴും പ്രത്യേകമായിട്ട് ഓർക്കണം, ഏശയ്യായുടെ പുസ്തകത്തെ നമുക്ക് ഒറ്റ പുസ്തകമായിട്ടാണ് കാണുന്നത്. ആ ഒരു പുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കാണുന്ന ഹോളി സീഡ് അല്ലെങ്കിൽ അവശിഷ്ട ഭാഗം, നിൽക്കുന്ന അവശിഷ്ട ഭാഗത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ അതിൻ്റെ വിത്ത്, ഒരു വിത്ത് കൊടുക്കുന്നു. ആ വിത്ത് മുളച്ച് വന്ന് അത് ഫലം ചൂടി ഒരു വിശുദ്ധ ജനമായിട്ട് രൂപാന്തരപ്പെടുന്നതിൻ്റെ ചരിത്രമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ചരിത്രത്തിനുള്ളിൽ ദൈവം രക്ഷകനാണ് എന്നുള്ള ആഴമായ ദൈവശാസ്ത്രം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദൈവം രക്ഷകനാണ് എന്നുള്ള അല്ലെങ്കിൽ ഇമ്മാനുവേൽ എന്ന് പറയുന്ന ആ വാക്ക് അതിൻ്റെ പൂർണ്ണതയിൽ കടന്നു വരുന്ന ഭാഗമാണ് 40 മുതലുള്ള അധ്യായങ്ങൾ. പല പ്രൊഫസേഴ്സും അതായത് സ്കോളേഴ്സും ഈ 40 മുതലുള്ള അധ്യായങ്ങളെ എക്സീലിക് അല്ലെങ്കിൽ പ്രവാസ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളായിട്ടാണ് വിവരിക്കുക. എന്നാൽ ഞാൻ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ 40 മുതലുള്ള അധ്യായങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് ഇത് ബാബിലോൺ പ്രവാസ കാലത്ത് ഇസ്രായേൽ ജനം അനുഭവിച്ച തിക്തമായ അനുഭവങ്ങളെക്കാട്ടിലുപരിയായി ബാബിലോൺ പ്രവാസ കാലത്തിൻ്റെ അവസാന ഭാഗമായിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, ആ വചനഭാഗം വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 40-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കേ. നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ, ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. എന്താണ് പ്രഘോഷിക്കേണ്ടത്? അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു, എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. ഉണ്ടോ? ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഭാഗത്തെ ഈ എക്സൈലിൻ്റെ പ്രവാസകാലത്തിൻ്റെ സമാപന ഘട്ടം എന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രവാസകാലത്തെക്കുറിച്ച് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഈ ജെറമ്യായുടെ പുസ്തകത്തിലോ ഏശയ്യായുടെ പുസ്തകത്തിലോ അല്ലെങ്കിൽ ഈ എസെക്കിയേലിൻ്റെ പുസ്തകത്തിലോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. പ്രവാസ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് 587 BC മുതൽ ഏകദേശം 537 BC വരെയുള്ള 50 വർഷങ്ങൾ നമുക്ക് ചരിത്രങ്ങളൊന്നുമില്ല. എങ്കിലും മറ്റു പല രീതിയിൽ ഈ ചരിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ചരിത്രത്തിൻ്റെയൊക്കെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ വിമോചനത്തിൻ്റെ, ജൂദാദേശത്തിൻ്റെ വിമോചനത്തിൻ്റെ കാലഘട്ടമാണ്. എങ്ങനെയാണ് തിന്മ ക്ഷമിച്ചിരിക്കുന്നത്, പാപങ്ങൾ ക്ഷമിച്ചത്? അതായത് ബാബിലോൺ എന്ന് പറയുന്ന ദേശം അടിച്ചമർത്തപ്പെട്ട ഈ ജനം, ഇവരെ മുമ്പ് 50 വർഷത്തെ യാതനകൾക്ക് ശേഷം ദൈവമായ കർത്താവ് ഒരു രാജാവിനെ കൊടുക്കുകയാണ്. ആ രാജാവാണ് സൈറസ് എന്ന് പറയുന്ന രാജാവ്. ബാബിലോൺ എന്ന് പറയുന്ന ദേശം നഷ്ടപ്പെട്ടു. ഇനി കടന്നു വരുന്ന ദേശം പേർഷ്യൻ ദേശമാണ്. പേർഷ്യൻ ഭരണം കടന്നു വരികയാണ്. അതിലെ ആദ്യത്തെ രാജാവാണ് സൈറസ് എന്ന് പറയുന്ന രാജാവ്. സൈറസിൻ്റെ ആവിർഭാവത്തോടു കൂടി ഒരു പുതിയ ഒരു സംസ്കാരം ഇസ്രായേലിൽ ബാബിലോണിൽ ആരംഭിക്കുകയാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് എസ്രായുടെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലും 5-ാമത്തെ അധ്യായത്തിൽ നൽകിയിരിക്കുന്നത്.
അവിടെ പറയുന്ന ഈഡിക്റ്റുകൾ, സൈറസിൻ്റെ ഈഡിക്റ്റ്, ഇസ്രായേൽ ജനത്തെ ബാബിലോണിൽ നിന്ന് മോചിപ്പിക്കാനുള്ള 2 പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഒന്ന് ഹീബ്രുവിലും ഒന്ന് അറമായ ഭാഷയിലും. അങ്ങനെ ഇങ്ങനെ നടത്തപ്പെടുന്ന ഈ പ്രഖ്യാപനത്തിലൂടെ ഈ ജനത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരമാണ്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ പറയുന്നത്, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റിയിരിക്കുന്നു, എല്ലാ പാപങ്ങൾക്കും കർത്താവിന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. അതിനാൽ എന്ത് ചെയ്യണം? പ്രഘോഷിക്കുക, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരം, കർത്താവിന് വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരം. അപ്പം നോക്കിക്കേ, ഇതാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ 50 വർഷക്കാലം എന്താ സംഭവിച്ചത്? നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏകദേശം ആ ചരിത്ര സംഭവങ്ങളിലേക്ക് ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും. 50 വർഷങ്ങൾ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലെ നല്ല ഭാഗമുണ്ട്, അതുപോലെ തന്നെ മോശമായ ഭാഗമുണ്ട്. ജെറമിയായുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ബാബിലോണിലേക്ക് പോവുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ജൂദായെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹദായകമാണ്. ജെറമ്യ പ്രവാചകൻ 29-ാമത്തെ അധ്യായത്തിൽ 2 എഴുത്തുകൾ എഴുതുന്നുണ്ട്. ഒന്ന് ജനതയ്ക്ക്, ഒന്ന് ജൂദാദേശത്തുള്ളവർക്കും ഒന്ന് ബാബിലോണിൽ താമസിക്കുന്നവർക്കുമാണ്. ജൂദാദേശത്ത് ഉള്ളവർക്ക് അദ്ദേഹം എഴുതുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ജൂദാദേശം വിട്ട് ബാബിലോണിലേക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കഷ്ടം. ബാബിലോണിലുള്ളവർക്ക് അദ്ദേഹം എഴുതുന്നതാണ്, ഇവിടെ നിങ്ങളായിരിക്കുവിൻ, നിങ്ങൾ ബിൽഡ് ഹൗസസ്, അതായത് ഭവനങ്ങൾ പണിയുക, പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുക, ഫലവൃക്ഷത്തിൻ്റെ തൈകൾ തട്ടുക, ആ ഫലവൃക്ഷത്തിൽ നിന്ന് ഫലങ്ങൾ എടുത്ത് ഭക്ഷിക്കുക, കല്യാണം കഴിക്കുക, അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? കർത്താവ് നിന്നെ രക്ഷിക്കും. ഈ ഒരു ഉറപ്പ് കൊടുക്കുകയാണ് പ്രവാചകനായ ജെറമിയ 29-ാമത്തെ അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങളിലൂടെ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്കാൻഡി റെഫറൻസസ് മാത്രമേ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് ഈ എക്സൈലിനെ കുറിച്ചുള്ളൂ. എക്സൈല് ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ സെദക്കിയായുടെ മരണത്തോടു കൂടിയാണ്. സെദക്കിയായുടെ മരണത്തെ ഉപരിയായി സെദക്കിയായെ കൈകൾ പിടിച്ച് ബന്ധിച്ച് കണ്ണ് ചുഴിഞ്ഞെടുത്ത് ബാബിലോണിലേക്ക് പ്രവാസിയായിട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ 2ാമത്തെ വിപ്രവാസം ആരംഭിക്കുക, അല്ലെങ്കിൽ ബാബിലോണിലേക്കുള്ള വിപ്രവാസം ആരംഭിക്കുക. ഇവിടെ പ്രവേശിച്ചപ്പോൾ ആരൊക്കെയാണ് പോയെന്ന് നമുക്കറിയാം. കോർട്ട് ഒഫീഷ്യൽസ് പോയി, അതുപോലെ തന്നെ പ്രവാചകന്മാർ പോയി, പ്രീസ്റ്റ് പുരോഹിതന്മാർ പോയി, രാജാക്കന്മാർ പോയി, അതുപോലെ തന്നെ നോബിൾ ഫാമിലീസ് പോയി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കൃഷിക്കാർ, സാധാരണയുള്ള ആളുകൾ അവിടെ തന്നെ നിന്നു. കാരണം മണ്ണിൻ്റെ മണമറിയാൻ പറ്റുന്നത് ഇവർക്ക് മാത്രമാണ്. അതുകൊണ്ട് ബാബിലോൺകാർ അവിടെ പിടിച്ചു നിർത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അതുകൊണ്ട് അവരവിടെ താമസിച്ചു, അവിടെ ഇരുന്നു, അവിടെ ജോലിയൊക്കെ നോക്കി. ആ പ്രദേശത്ത് ബാബിലോൺകാർ കടന്നു വരികയാണ്. ആ ജൂദാദേശത്ത് ഇവരോടൊപ്പം കൃഷി ചെയ്യാൻ വേണ്ടി ബാബിലോൺകാർ കടന്നു വരുന്നു. ഇങ്ങനെ കുറച്ച് നാൾ 50 വർഷത്തോളം ഇവരോടുള്ള സംസർഗം മൂലം ഈ ജൂദാദേശത്ത് താമസിച്ചിരുന്ന യഹൂദരും ബാബിലോൺകാരും തമ്മിൽ സ്നേഹബന്ധത്തിലാവുകയും വിവാഹം കഴിക്കുകയും അതുവഴിയായി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തു. ഇതാണ് അന്നുണ്ടായിരുന്ന സംഭവം എന്ന് പറയുന്നത്. എന്നാൽ ബാക്കിയുള്ള എല്ലാവരും തന്നെ ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ടു. എന്നാൽ ഈ നാട് കടത്തപ്പെട്ട ആദ്യം സംഭവത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് സ്വസ്ഥതയും സമാധാനവും ഒക്കെയുള്ള ഒരവസരമാണ്. നെബൂഖദ്നേസർ രാജാവ് അത്രമാത്രം വേദനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുകയില്ല. അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു, സിനഗോഗ് സ്ഥാപിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവർക്ക് ഓഫീസുകളുണ്ട്, അതായത് അവർക്ക് ജോലിയെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു, അവർക്ക് ഒന്നിച്ചുകൂടാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. ബാബിലോൺ ജനത ഒന്നിച്ചു കൂടിയതുപോലെ തന്നെ ബേത്ത് അവോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം ഈ ഇസ്രായേൽ ജനതയ്ക്ക് ബാബിലോണിൽ ഒന്നിച്ചുകൂടാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ സിക്കിനെ ഇസ്രായേൽ,
അതായത് എൽഡേഴ്സ് ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിലെ മൂപ്പന്മാർ കടന്നു വരുന്നത്. ആ മൂപ്പന്മാരാണ് ഇസ്രായേലിൻ്റെ നിയമങ്ങളെ ക്രോഡീകരിക്കുകയും ആ നിയമങ്ങളെ രൂപപ്പെടുത്തുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ ബാബിലോൺ പ്രവാസ കാലഘട്ടം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വലിയ അടിമത്തമോ വലിയ വേദനകളോ ഉണ്ടാകുന്നില്ല. കാരണം ആ സമയത്ത് തന്നെ ഇസ്രായേൽ മാത്രമല്ല, ജൂദാദേശം മാത്രമല്ല ബാബിലോണിലേക്ക് അടിമകളായിട്ട് കടന്നു വന്നത്, മറിച്ച് ബാക്കിയുള്ള ജനങ്ങളും മേദിയക്കാരും പാർത്തിയക്കാരും ഒക്കെ അവിടേക്ക് അടിമകളായിട്ട് വന്നിട്ടുണ്ട് എന്നതും വളരെയധികം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു ആരംഭകാലത്തെങ്കിൽ 567 BC ആയപ്പോഴേക്കും വലിയൊരു സംഭവം നടക്കുകയാണ്. 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, യഹോയാക്കിൻ എന്ന് പറയുന്ന രാജാവിനെ ബാബിലോൺകാർ 597 BC-യിൽ പ്രിസണർ ഓഫ് വാറായി, യുദ്ധത്തിൻ്റെ തടവുകാരനായി ബാബിലോണിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 597 BC മുതൽ ഏകദേശം 567 BC വരെ ഏകദേശം 30 വർഷത്തോളം പ്രിസണർ ഓഫ് വാറായി നമ്മളുടെ ഈ യഹോയാക്കിൻ താമസിക്കുന്ന സ്ഥലമാണ് ബാബിലോൺ. അവിടേക്ക് ഒരു പുതിയ രാജാവ് കടന്നു വരുന്നു, അവിൽ മർദൂക്ക് എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ ബാബിലോണിൻ്റെ അടിമത്തത്തിൻ്റെ സിറ്റുവേഷൻ മുഴുവനും മാറ്റുന്നത്. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹം ആദ്യം ചെയ്തത് ഈ യഹോയാക്കിൻ എന്ന് പറയുന്ന രാജാവിനെ അദ്ദേഹം മോചിപ്പിച്ചു. ദൈവാനുഗ്രഹത്താൽ യഹോയാക്കിൻ എന്ന് പറയുന്ന രാജാവ് ബാബിലോണിലേക്ക് വന്നു, അല്ലാതെ ജെറുസലേമിലേക്ക് തിരികെ പോയില്ല, ബാബിലോണിലേക്ക് വന്നു. അങ്ങനെയാണ് യഹോയാക്കിൻ എന്ന് പറയുന്ന രാജാവിൻ്റെ പിൻതലമുറക്കാരാണ് ഷെലാത്തിയേൽ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരിൽ ഒരാളാണ് സെറുബാബേൽ എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ സെറുബാബേലിനെ ആരംഭത്തിൽ തന്നെ നമുക്ക് ഹഗ്ഗായുടെ പുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, സെറുബാബേലിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യം ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് ബാബിലോണിൽ നിന്ന് യാത്രയാകുന്നത് സെറുബാബേലിൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ സെറുബാബേലിനെ അവർ മിശിഹായുടെ പ്രതിനിധിയായിട്ട് കണ്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കാരണം കാണാനുള്ള ഒരു വലിയൊരു നേട്ടമുണ്ടായിരുന്നു. യഹോയാക്കിൻ എന്ന് പറയുന്ന രാജാവ് ജൂദ ഗോത്രത്തിൽപ്പെട്ടവനാണ്. അവൻ്റെ പുത്രനായ സെറുബാബേൽ ജൂദ ഗോത്രക്കാരനായതുകൊണ്ട് ഈ ജൂദ ഗോത്രത്തിൽ നിന്നാണ് മിശിഹ കടന്നു വരുന്നത് എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ അവൻ മിശിഹായുടെ പ്രതിനിധിയായിട്ട് ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊരു അവസ്ഥയാണ് ഒന്നാമതായിട്ട് ഈ അവിൽ മർദൂക്ക് എന്ന് പറയുന്ന വ്യക്തി സ്വീകരിച്ചത്. രണ്ടാമത്തെ ഒരു വലിയൊരു സംഭവമാണ്, അവിൽ മർദൂക്കിൻ്റെ കാലഘട്ടത്തിലാണ് മർദൂക്ക് എന്ന് പറയുന്ന ബാബിലോൺ ദേവൻ ആ ഇസ്രായേൽ ജനതയുടെ ഇടയിൽ പ്രസിദ്ധനായിട്ട് മാറുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? മറ്റുള്ള എല്ലാ ദേവന്മാരെയും ദേവതകളെയും ആരാധനാലയങ്ങളും ഒക്കെ പൂട്ടി. അങ്ങനെ അദ്ദേഹം അതിനെല്ലാം പൂട്ടിയിട്ട് പറഞ്ഞു, ബാബിലോണിൽ ഒരൊറ്റ ദൈവാരാധന മാത്രമേ ഉള്ളൂ, അത് മർദൂക്കായിരിക്കണം. ഒരൊറ്റ ദൈവാരാധന, വേറെ ഒരു ദൈവാരാധനയും ഉണ്ടാകരുത്. ദൈവാരാധന നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ മർദൂക്കിന് വേണ്ടി ഒരു വലിയൊരു ആലയം അദ്ദേഹം ഉണ്ടാക്കി ബാബിലോണിൽ. ആ ആലയത്തിന് പറയുന്ന പേരാണ് സിഗുറാത്ത് എന്ന് പറയുന്നത്. മർദൂക്കിനെ ഏറ്റവും മുകളിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ആ ആരാധനാലയത്തിന് പറയുന്ന പേരാണ് സിഗുറാത്ത്. സ്വർഗത്തോളം എത്തുന്ന ഒരു പള്ളി അല്ലെങ്കിൽ ഒരു സ്ഥലം നമുക്ക് പണിയാം, ഒരു കെട്ടിടം പണിയാം എന്ന് പറഞ്ഞുകൊണ്ട് ബാബേൽ ടവർ പണിയുന്ന ആ സംഭവം ഈ സിഗുറാത്തുമായിട്ട് ധാരാളമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അവിൽ മർദൂക്കിൻ്റെ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അവിടെയുള്ള മർദൂക്കിനെ ഏകദൈവമായിട്ട് ആരാധിക്കുന്നത്. അതുവഴിയായി ഇസ്രായേലിന് ഉണ്ടായിരുന്ന എല്ലാ നന്മകൾ, എല്ലാ വശങ്ങളും നഷ്ടപ്പെട്ടു പോയി, എല്ലാ സൗകര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി, ആരാധനാലയങ്ങൾ പൂട്ടാനിടയായി. ഈ അവസരത്തിലാണ് 137-ാമത്തെ സങ്കീർത്തനം അവർ പാടുന്നത്,
ബാബിലോൺ തീരത്തിരുന്നു കൊണ്ട് സെഹിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു. വിദേശത്ത് വെച്ച് കർത്താവിൻ്റെ കീർത്തനങ്ങൾ പാടുന്നത് എങ്ങനെ? സെഹിയോനെ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കൈ എന്നെ മറക്കട്ടെ. ഞാൻ നിന്നെ ഉദ്ഘോഷിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് ഉണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ എന്ന് പറയുന്ന 137 സങ്കീർത്തനം ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക. തുടർന്ന് വരുന്ന രാജാവാണ് നാബോദിനസ്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ മർദൂക്കിന്റെ സ്ഥാനത്ത് സിൻ എന്ന് പറയുന്ന ദേവനെ പ്രതിഷ്ഠിച്ചു. മർദൂക്ക് മാറി സിൻ എന്ന് പറയുന്ന ദേവനായി. ഇങ്ങനെ സിൻ എന്ന് പറയുന്ന ദേവനെ പ്രതിഷ്ഠിച്ചപ്പോൾ അവിടെയും പ്രശ്നം. മർദൂക്കിനെ മാറ്റി സിൻ എന്ന് പറയുന്ന ദേവനെ ആരാധിക്കാൻ വേണ്ടി ഒരു പറ്റം ജനതയെ അദ്ദേഹം കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഈ ബാബിലോണിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ പെർസിക്യൂഷൻ സംഭവിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ചില ആളുകൾ അവർക്ക് കിട്ടിയ ഓഫീസുകൾ അനുസരിച്ച്, അവർക്ക് കിട്ടിയ ജോലികൾ അനുസരിച്ച് അവർ മുന്നോട്ട് പോയി. അവർക്ക് വിശ്വാസവും പ്രത്യാശയൊന്നുമില്ല. പക്ഷേ ഏക ദൈവത്തെ അനുസരിക്കണം, ഇസ്രായേലിൻ്റെ ദൈവത്തെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഏക ദൈവത്തോട് കൂറു പുലർത്താൻ വേണ്ടി നിന്ന ഒരു പറ്റം വിശ്വാസികളുണ്ടായിരുന്നു. ആ വിശ്വാസികൾ പ്രവാചകന്മാരുടെ അന്നത്തുണ്ടായിരുന്ന ബാബിലോൺ പ്രവാസകാലത്തുണ്ടായിരുന്ന ഇസ്രായേലിൻ്റെ പ്രവാചകന്മാരുടെ ശബ്ദം കേൾക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിലൂടെ ദൈവമായ കർത്താവിനെ ആരാധിക്കൂ എന്നുള്ള ഉറച്ച തീരുമാനവും അതുപോലെ തന്നെ സഹിക്കാനുള്ള ഒരു വലിയ വരവും അവർ മേടിച്ചു. ഇവരെയാണ് യഥാർത്ഥത്തിൽ സഹനദാസന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബൈബിളിൽ പ്രത്യേകിച്ച് നമുക്ക് യെശയ്യായുടെ പുസ്തകത്തിൻ്റെ 41 അധ്യായത്തിലും യെശയ്യായുടെ പുസ്തകത്തിൻ്റെ 42 അധ്യായത്തിലും അതുപോലെ തന്നെ 49 അധ്യായത്തിലും അതുപോലെ തന്നെ 50 അധ്യായത്തിലും 53 അധ്യായത്തിലുമൊക്കെ നമ്മൾ കാണുന്ന സഹനദാസനെ കുറിച്ചുള്ള ചിത്രം അത് ഇസ്രായേലിൽ വസിച്ചിരുന്ന ഈ അവശിഷ്ട ഭാഗമായ ഏകദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോകാതെ കർത്താവിനോടുള്ള ബന്ധത്തിൽ ജീവിച്ച ഒരു പറ്റം സമൂഹമാണ്. ഇവരെയാണ് റംനന്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ അവശിഷ്ട ഭാഗം. ഇപ്രകാരം ഇങ്ങനെ വന്നിരുന്ന ഒരു പറ്റം ആളുകൾക്ക് അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് അവർ സാബത്ത് ആരംഭിക്കുന്നത്, സർക്കംസിഷൻ പരിച്ഛേദനം ആരംഭിക്കുന്നത്. ഇവയെല്ലാം തന്നെ ഈ പരിച്ഛേദനവും ഈ സർക്കംസിഷനും അല്ലെങ്കിൽ സാബത്താചരണവും ഒക്കെ പഴയ നിയമത്തിൽ നമ്മൾ ആരംഭത്തിൽ കാണുന്നുണ്ട്. ഇതെല്ലാം അങ്ങോട്ടേക്ക് ആരോപിച്ചിരിക്കുക. കാരണം ഇവർ ആരംഭിക്കുന്നത് തങ്ങളുടെ ജീവിതത്തെ ദൈവോന്മുഖമാക്കാൻ വേണ്ടി, അവർക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി, ജുദൈസത്തിൻ്റെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി അവർ ആരംഭിച്ച ഈ ബാബിലോൺ പ്രവാസകാലത്ത് ആരംഭിച്ചിരുന്ന സംഗതികളാണിതെല്ലാം. അതുപോലെ തന്നെ അവർ ചില തിരുനാളുകൾ ആഘോഷിച്ചു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പെസഹാ തിരുനാൾ ഈ ബാബിലോൺ പ്രവാസകാലത്ത് വെച്ച് വീട്ടിലവർ ആഘോഷിച്ചു. നിയമാവർത്തന പുസ്തകം 16 അധ്യായത്തിൽ പെസഹാ തിരുനാൾ ആഘോഷിക്കേണ്ടത് ദേവാലയത്തിലാണെന്ന് കൊടുത്തിരിക്കുന്നു. എന്നാൽ ഇവർ ദേവാലയം ഇല്ലാതിരുന്ന ഈ അവസരത്തിൽ വീട്ടിൽ വെച്ച് ആരംഭിച്ച് ആ വീട്ടിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ അവർ വ്യാപരിച്ചു. അങ്ങനെ വരുമ്പോൾ ഈ ബാബിലോൺ പ്രവാസ കാലഘട്ടം എന്ന് പറയുന്നത് അതൊരു പുസ്തകങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒക്കെ ഒരു ആവിർഭാവം എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തെ അവർ കൂടുതലായിട്ട് മാനിക്കുന്നു. അവർ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകൾ എഴുതാൻ തുടങ്ങുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ, കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന പാരമ്പര്യങ്ങൾ, കൈമാറ്റം ചെയ്യപ്പെടുന്ന പാരമ്പര്യങ്ങൾ, ആ പാരമ്പര്യങ്ങൾ ഇനി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, പ്രത്യേകിച്ച് ജെറുസലേം ദേവാലയത്തിൽ അനുഷ്ഠിച്ച കർമാനുഷ്ഠാനങ്ങൾ, കർമ്മവിധികളൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇവരിവിടെ ഇരുന്ന് എഴുതാൻ തുടങ്ങുകയാണ്. ബാബിലോൺ പ്രവാസകാലത്തിരുന്ന് എഴുതാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണ് നമ്മളുടെ ഈ ബൈബിള് രൂപപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ മോശയുടെ കാലഘട്ടം മുതൽ എഴുതപ്പെട്ടതല്ല ബൈബിള്, ജോഷുവയുടെ കാലഘട്ടം മുതൽ എഴുതപ്പെട്ടതല്ല ബൈബിള്.
അന്നുണ്ടായിരുന്ന പാരമ്പര്യങ്ങളെ അവർ കാത്തു സൂക്ഷിക്കുകയും ആ പാരമ്പര്യങ്ങളെ കൈമാറ്റം ചെയ്യപ്പെടുകയും വാചികമായി കൈമാറ്റം ചെയ്യപ്പെടുകയും ചില കാര്യങ്ങളൊക്കെ അവർ കല്ലിന്മേലൊക്കെ എഴുതി വെച്ചു ആദ്യ കാലഘട്ടങ്ങളിൽ. അങ്ങനെ എഴുതി വെച്ചവയൊക്കെ ഉൾച്ചേർത്തുകൊണ്ട് ഈ ബാബിലോൺ പ്രവാസ കാലത്ത് ഇവർ പുസ്തകം എഴുതി. അതുകൊണ്ടാണ് പറയുന്നത് റിലിജ്യൻ ഓഫ് ദ ടെമ്പിൾ ഹാസ് ബിക്കം ദ റിലിജ്യൻ ഓഫ് ദ ബുക്ക് ഡ്യൂറിങ് ദ ബാബിലോണിയൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവാലയത്തെക്കുറിച്ച് ദേവാലയത്തിൻ്റെ മതം ഈ ബാബിലോൺ പ്രവാസകാലത്ത് പുസ്തകത്തിൻ്റെ മതമായിട്ട് മാറുകയാണ്. റിലിജ്യൻ ഓഫ് ദ ബുക്കായിട്ട് മാറുകയാണ്. ഈ ബുക്കിന് വിശുദ്ധ ഗ്രന്ഥത്തിന് ഓറൽ ട്രഡീഷനിലൂടെ കടന്നു വന്ന് റിട്ടൺ ട്രഡീഷനിലേക്ക് ആക്കിയ ഈ പുസ്തകത്തിന് പ്രാധാന്യമേറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം രൂപപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഭാഷ, ഹെബ്രായ ഭാഷ അവർ പൊതുവായ ഭാഷയായിട്ട് ഉപയോഗിച്ചെങ്കിലും അറമായ ഭാഷ, കൽദായൻ്റെ ഭാഷ അവർ ഉപയോഗിക്കുകയാണ്. അറമായ ഭാഷ അവർ ഉപയോഗിക്കുകയാണ്. കാരണം ബാബിലോണിൻ്റെ ഭാഷ കൽദായ ഭാഷയാണ്, അത് അറമായ ഭാഷയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ബാബിലോൺ പ്രവാസ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ ബാബിലോൺ പ്രവാസത്തിൻ്റെ സമാപനം എങ്ങനെയായിരുന്നു? നാബോദിനസ് എന്ന് പറയുന്ന രാജാവ്, നാബോദിനസ്, അതായത് അവിൽ മർദൂക്കിന് ശേഷം കടന്നു വന്ന രാജാവാണ് നാബോദിനസ്. അദ്ദേഹം മറ്റു പല സ്ഥലങ്ങളിലേക്കുമൊക്കെ യാത്ര ചെയ്തു. കാരണം പ്രത്യേകം ഈ സിൻ എന്ന് പറയുന്ന ദേവന്റെ ഖ്യാതി എല്ലായിടത്തും കൊണ്ടുവരാൻ വേണ്ടി ഹാരാനിലേക്ക് അവിടെയൊക്കെ യാത്ര ചെയ്ത് ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരത അദ്ദേഹം നടത്തിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഹാരാൻ നിവാസികളും അതുപോലെ തന്നെ പേർഷ്യക്കാരും മേദിയക്കാരും ഒക്കെ സമ്മേളിച്ച് പേർഷ്യൻ രാജാവായ സൈറസ് എന്ന് പറയുന്ന പേർഷ്യൻ വ്യക്തിയായ സൈറസ് എന്ന് പറയുന്ന രാജാവിനെ പേർഷ്യൻ രാജ്യത്തിൻ്റെ രാജാവായിട്ട് അവരോധിച്ചു. അങ്ങനെ ബാബിലോൺ നഗരം നഷ്ടപ്പെട്ടു. പേർഷ്യൻ സംസ്കാരം കടന്നു വന്നു. ആ സംസ്കാരം 333 BC വരെ ഈ ഏൻഷ്യൻ നിയർ ഈസ്റ്റിലെ തുടർന്നു വന്നു. 537 BC മുതൽ 333 BC വരെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമായിരുന്നു, അല്ലെങ്കിൽ രാജ്യഭരണമായിരുന്നു പേർഷ്യൻ രാജവംശം എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന രാജാവാണ് സൈറസ് എന്ന് പറയുന്ന രാജാവ്. ആദ്യത്തെ രാജാവ് എന്ത് ചെയ്തു? അദ്ദേഹം ആദ്യം തന്നെ ഒരു വലിയൊരു വിജ്ഞാപനം കൊടുക്കുകയാണ്. എന്താണ് വിജ്ഞാപനം എന്നറിയാമോ? ഈ ബാബിലോണിൽ താമസിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ബാബിലോണിൻ്റെ പ്രവിശ്യയിൽ താമസിച്ചിരിക്കുന്ന, ബാബിലോണിൻ്റെ ദേശം പിടിച്ചടക്കിയിരിക്കുന്ന എല്ലാ പ്രവിശ്യക്കാരും അവരവരുടെ ദേവാലയങ്ങൾ പുനഃസ്ഥാപിക്കാൻ പോകണം. അത് വലിയൊരു ഇൻസൈറ്റ് ആയിട്ട് മാറുകയാണ് ഇസ്രായേൽ ജനത്തിന്. കാരണം അതാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അകക്കാമ്പെന്ന് പറയുന്നത്. കാരണം ദൈവമായ കർത്താവ് ഞങ്ങളെ ഈ വലിയ ദുരിതത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. മോശ വഴി ഇസ്രായേൽ ജനത്തെ കർത്താവ് രക്ഷിച്ചതുപോലെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്നിരിക്കുന്ന ജനതയുടെ വേദന എൻ്റെ കർണപടങ്ങളിൽ എത്തിയിരിക്കുന്നു. അതിനാൽ നിന്നെ ഞാൻ രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. നീ ഇവരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ സൈറസ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഇസ്രായേൽ ജനത്തെ, ജൂദാദേശത്തിൻ്റെ ദേവാലയത്തെ പുനർനിർമ്മിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് സൈറസ് എന്ന് പറയുന്ന വ്യക്തിയെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൈറസിനെ യെശയ്യായുടെ പുസ്തകം 45-ാം അധ്യായം 1-ാം വാക്യം വിശേഷിപ്പിക്കുക മിശിഹ എന്ന്. ഒരിക്കലും മിശിഹ എന്ന് വേറൊരു വ്യക്തിയെ, അല്ലെങ്കിൽ വേറൊരു രാജാവിനെ, ജൂദാ രാജാവല്ലാത്ത വേറൊരു രാജാവിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. എന്നാൽ സൈറസിനെ വിശേഷിപ്പിക്കുന്നതിലൂടെ, സൈറസ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇവരുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നത്. ഇതൊരു വിശ്വാസത്തിൻ്റെ പുസ്തകമാണ്. അതുകൊണ്ട് ദൈവം നടത്തിയ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 40 മുതലുള്ള അധ്യായങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 40-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭം മുതലേ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീമാണ് യഥാർത്ഥത്തിൽ ദൈവം നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഈ ഒരു വാക്യം മനസ്സിലാക്കുന്നതിലൂടെ ഇത് പ്രവാസ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട പുസ്തകം എന്നതിലുപരിയായി പ്രവാസകാലത്തിൻ്റെ സമാപനത്തിൽ
വാഗ്ദാന ദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന അവസരത്തിൽ ഇസ്രായേൽക്കാർക്ക് ഊർജവും ശക്തിയും പകർന്നു കൊടുക്കാൻ വേണ്ടി രചിക്കപ്പെട്ട ഒരു പുസ്തകമായിട്ട് ഈ യെശയ്യായുടെ പുസ്തകം 40 മുതലുള്ള അധ്യായങ്ങളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇനി ഈ ഭാഗത്ത് 40 മുതൽ 52 വരെയുള്ള അധ്യായങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയാണ് കാണാൻ സാധിക്കുക? പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുക ഒരു ഏകദൈവത്തെക്കുറിച്ചുള്ള സൂചനകളാണ്. ദൈവം ഏകനാണെന്നുള്ള ആ കാഴ്ചപ്പാട്, ദൈവം രക്ഷകനാണ് എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാട്. ഇനി ഈ കാഴ്ചപ്പാട് പറയുന്നതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പ്രവാചകനായ യെശയ്യാ പറയുന്നുണ്ട്. വിഗ്രഹങ്ങൾ മോശമാണ്. ഏകദൈവത്തെ ആരാധിക്കുമ്പോൾ വിഗ്രഹങ്ങളെ നിങ്ങൾ ബഹുമാനിക്കരുത്, ആരാധിക്കരുത്. 2 യുദ്ധങ്ങൾ നടക്കുക, ഏകദൈവവും വിഗ്രഹവും തമ്മിലുള്ള യുദ്ധം. അപ്പൊ ഇത് കൃത്യമായിട്ട് ജനത്തിന് മുമ്പിൽ ആരാണ് ദൈവമെന്ന് അവതരിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവം ആരാ? ദൈവം ഏകനാണ്, ദൈവം രക്ഷകനാണ്. അവിടുന്നാണ് നമ്മളെ സൃഷ്ടിച്ചത്, അവിടുന്നാണ് നമ്മളെ രക്ഷിച്ചത്. ഇനി വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് അവിടുന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ വചനമാണ് യഥാർത്ഥത്തിൽ ഇമ്മാനുവേലായിട്ട് മാറുന്നത്. ദൈവം ഇമ്മാനുവേലാണ് എന്നതിൻ്റെ സൂചനയാണ് 40 മുതലുള്ള അധ്യായങ്ങളുടെ ഇതിവൃത്തമായിട്ട് നിൽക്കുന്നത്. ഇനി തുടർന്ന് വരുന്ന ഭാഗങ്ങളെ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് സഹനദാസനെ കുറിച്ചുള്ള ചിത്രം. അതിലെ ഒരു ഭാഗം 49-ാമത്തെ അധ്യായം മാത്രം എടുത്ത് നോക്കിക്കൊണ്ട് ഈ സഹനദാസൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. സഹനദാസനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇത് സഹനദാസൻ എന്ന് പറഞ്ഞാൽ സഹിക്കുന്ന ദാസൻ എന്നതിലുപരിയായി എന്താണ് സഹിക്കുന്നത്, എങ്ങനെയാണ് സഹിക്കുന്നത്? സഹനദാസൻ കർത്താവിൻ്റെ ബാബിലോണിൽ പ്രവാസകാലത്ത് ബാബിലോൺ പ്രവാസകാലത്ത് ഏകദൈവത്തെ അനുസരിച്ചുകൊണ്ട് ബഹുദൈവങ്ങളെ മാറ്റി നിർത്തി ഏകദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിന്നുകൊണ്ട് വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് സഹനദാസൻ. ധാരാളം സഹനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടതായിട്ട് വരും. ഈ സഹനദാസൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എല്ലാറ്റിനെയും ഒന്നിപ്പിച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുവരിക. ഇതാണ് 49-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. കേട്ടോളുക, എന്താണ് പറയുന്നത്? എൻ്റെ ധീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിപ്പിച്ചു വെച്ചു. നോക്കിക്കേ, കർത്താവ് എങ്ങനെയാണ് ഇസ്രായേലിനെ പരിരക്ഷിക്കുന്നത്. ഏകദൈവത്തോട് കൂറു പുലർത്തുന്ന ജനതയ്ക്ക് അവശിഷ്ട ഭാഗമായ റംനന്റ് കമ്മ്യൂണിറ്റിയായ ഒരു ജനതയ്ക്ക് കർത്താവ് കൊടുക്കുന്ന അനുഗ്രഹം. 5-ാമത്തെ വാക്യം ശ്രദ്ധേയമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു. യാക്കോബിനെ തിരികെ കൊണ്ടുവരിക, ഇസ്രായേലിനെ ഒന്നിച്ചു കൂട്ടുക. ഇതാണ് ഒരു റംനന്റ് കമ്മ്യൂണിറ്റിയുടെ ദൗത്യം. അതുകൊണ്ടാണ് ദാവീദ് രാജാവിനെ റംനന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സാമുവേലിന്റെ 1-ാം പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്. അതിൻ്റെ പശ്ചാത്തലം നോക്കാം. ജസ്സയുടെ പുത്രന്മാരെ ഓരോരുത്തരെയും ഈ സാമുവേൽ വിളിച്ചു, കർത്താവ് നിന്റെ പുത്രന്മാരിൽ ഒരാളെ രാജാവാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജസ്സയുടെ പുത്രന്മാർ ഓരോരുത്തരെയും വിളിച്ചിട്ട് പറയുകയാണ്, ഇതാ ആദ്യത്തെ മകൻ വന്നു, 2-ാമത്തെ മകൻ വന്നു, ഇവരൊന്നും അല്ല. ഇനി ചോദിച്ചു, അവസാനം എല്ലാവരും കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു, ഇനി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഹെബ്രായ ഭാഷയിൽ ഓദ് ഷെയാർ ഹക്കത്തോൻ. അതായത് എഗെയിൻ there remains a remnant എന്ന് പറഞ്ഞാൽ ഒരവശിഷ്ട ഭാഗം നിൽപ്പുണ്ട്. അവൻ ആരാണ്? ഹബ്സോൻ. അവൻ ആടിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് നോക്കി, ആരാണ്? ദാവീദ് രാജാവ്. ദാവീദ് രാജാവിന് കൊടുത്തിരിക്കുന്ന പേരാണ് റംനന്റ്.
ആ പേരെങ്ങനെയാണ് ഈ വചനഭാഗവുമായിട്ട് ബന്ധപ്പെടുന്നത്? അവൻ എന്ത് ചെയ്തു? എല്ലാറ്റിനെയും ഒരുമിച്ച് കൂട്ടി, എല്ലാ ഗോത്രങ്ങളെയും ഒരുമിച്ച് കൂട്ടി, നദി മുതൽ നദി വരെയും സമുദ്രം മുതൽ സമുദ്രം വരെയും അങ്ങ് ദാൻ മുതൽ ബർഷബ വരെയുമുള്ള ഒരു സമൂഹമാക്കി രൂപപ്പെടുത്തി. ഇതാണ് റംനന്റ് അവശിഷ്ട ഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ഈ അവശിഷ്ട ഭാഗം എല്ലാറ്റിനെയും ഒരുമിച്ച് കൂട്ടി വാഗ്ദാന ദേശത്തേക്ക് നടത്തുന്ന യാത്രയാണ് 52-ാം അധ്യായം മുതലുള്ള പുസ്തകങ്ങളുടെ സമ്മറി ആയിട്ട്, വ്യാഖ്യാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ പ്രവചനങ്ങളിൽ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വാഗ്ദാന ദേശത്തേക്ക് യാത്രയാക്കുന്നു. അതുകൊണ്ടാണ് 52-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നോക്കിക്കേ. സിയോനെ, ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക, വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക, അപരിച്ഛേദിതനും അശുദ്ധനും മേലിൽ നിന്നിൽ പ്രവേശിക്കുകയില്ല. സിയോനോട് പറയുകയാണ്, നിന്റെ ഉടുപ്പൊക്കെ എടുത്ത് മാറ്റി, പഴയ ഉടുപ്പൊക്കെ എടുത്ത് മാറ്റി പുതിയ ഉടുപ്പ് ധരിച്ച് മുന്നോട്ട് പോവുക, ശക്തി സംഭരിക്കുക, ഉണർന്ന് പ്രശോഭിക്കുക. ആരാണ്? അപരിച്ഛേദനും അശുദ്ധനും ഇവിടെ പ്രവേശിക്കാൻ പാടില്ല. അപരിച്ഛേദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ബന്ധമില്ലാത്തവൻ എന്നർത്ഥം. ഉടമ്പടിയുടെ ബന്ധമില്ലാത്തവനെയാണ് അപരിച്ഛേദൻ എന്ന് പറയുന്നത്. കാരണം പരിച്ഛേദനം എന്ന് പറയുന്നത് ഉടമ്പടിയുടെ ബന്ധമാണ്. ആ ഉടമ്പടിയുടെ ബന്ധം നിഷേധിക്കപ്പെടുമ്പോൾ അവന് ഈ ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കാൻ യോഗ്യതയില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെ സമാപനത്തിലാണ് വീണ്ടും ഓരോ അധ്യായങ്ങളും ഇസ്രായേൽ ജനതയെ എങ്ങനെ ഈ റംനന്റ് കമ്മ്യൂണിറ്റി, ഈ അവശിഷ്ട ഭാഗമായ കർത്താവിൽ വിശ്വസിക്കുന്ന ഉടമ്പടിയുടെ മക്കൾ വാഗ്ദാന ദേശത്തേക്ക് പോകുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് പുറപ്പാടിൻ്റെ അനുഭവത്തിലൂടെയാണ്. മോശ ഇസ്രായേൽ ജനതയെ എങ്ങനെ വാഗ്ദാന ദേശത്തേക്ക് നയിച്ചുവോ അതുപോലെ തന്നെ ഈ യെശയ്യാ പ്രവാചകന്റെ ഈ പുസ്തകത്തിൽ അവശിഷ്ട ഭാഗം, ദൈവമായ കർത്താവ് അവശിഷ്ട ഭാഗത്തെ വാഗ്ദാന ദേശത്തേക്ക് നയിക്കുന്നു. ഏകദൈവത്തോടുള്ള വിശ്വാസത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് കർത്താവിനോടുള്ള ബന്ധത്തിൽ, ഉടമ്പടിയുടെ ബന്ധത്തിൽ ഇവരെ നിർത്തിക്കൊണ്ട് ഇവരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പ്രവാചകനായ യെശയ്യാ ചെയ്യുന്നത്. യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവർ കാണുന്നത് എന്താണ്? ഇതാ ജെറുസലേം ദേവാലയം കാണുന്നു. ഉടനെ അവർ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. 60-ാമത്തെ അധ്യായം 1-ാം വാക്യം, കുമു ഊറി കെബ ഒറേഹ, ഉണരുക, പ്രശോഭിക്കുക, കാരണം നിന്റെ മഹത്വം, നിന്റെ കർത്താവ് വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്നിൽ ഉദിച്ചിരിക്കുന്നു. വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുന്ന, ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന ജനത്തോട് ദൈവമായ കർത്താവ് പറയുകയാണ്, ദൈവമായ കർത്താവിൻ്റെ മഹത്വം നിന്നിൽ ഉദിച്ചിരിക്കുന്നു. തുടർന്ന് വരുന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ എല്ലാറ്റിനെയും ഒരുമിച്ച് കൂട്ടിക്കഴിയുമ്പോഴാണ് അവർ ദൈവമായ കർത്താവിനെ, പ്രധാനമായിട്ടും 62-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഈ വിശുദ്ധ ജനമായിട്ട് രൂപപ്പെടും. ഈ വിശുദ്ധ ജനത്തിന് മാത്രമേ 63:16 പറയുന്ന ദൈവത്തെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാനുള്ള അനുവാദമുണ്ടാവുകയുള്ളൂ. ഇങ്ങനെ വിളിക്കുന്ന ദൈവത്തെ നമ്മുടെ പിതാവേ എന്ന് വിളിക്കുന്ന ആ ഒരു ജീവിത ശൈലിയിലാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും കടന്നു വരിക. ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യഹൂദ സംസ്കാരമാണ്. ഇസ്രായേലിലേക്ക് കടന്നു വരുന്ന, വാഗ്ദാന ദേശത്തേക്ക് കടന്നു വരുന്ന, ബാബിലോണിൽ നിന്ന് വരുന്ന ഈ ജനതയ്ക്ക് പുതിയ ഒരു ഉണർവ് കൊടുക്കുകയാണ്, പുതിയൊരു പ്രകാശം കൊടുക്കുകയാണ്, പുതിയൊരു സംസ്കാരം കൊടുക്കുകയാണ്. 65-ഉം 66-ഉം അധ്യായങ്ങൾ. 66-ാമത്തെ അധ്യായത്തിലൊക്കെ ഈ പുതിയ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവിടെ മരണസംഖ്യ കുറയും. ഇൻഫൻസ് വിൽ ലീവ് ലോങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് നാളുകൾ വസിക്കും, മരണമില്ലാതായിട്ട് മാറും, അവരുടെ ജീവിതത്തിൽ പുതിയൊരു അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥികൾ പുല്ലുപോലെ തളിർക്കും, കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസരോടുകൂടെയും കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരായി നിൽക്കും. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും, അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ. കർത്താവ് ഇങ്ങനെ ഓരോ ജീവിത സാഹചര്യങ്ങളും
പുതുമയുള്ളതായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് വരും. ഇതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്ന അനുഭവം. അപ്പം ഇതിലൂടെയാണ് യഥാർത്ഥത്തിൽ പ്രവാചകനായ യെശയ്യ 6-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വിശുദ്ധ ബീജമായിട്ട് കടന്നു വരുന്ന യഹൂദ ജനതയെ വിശുദ്ധ ജനമാക്കി ഉയർത്തി ആ ജനത്തിന് കൂടുതൽ നന്മയും അനുഗ്രഹവും നൽകുന്ന തിരുവചന ഭാഗമാണ് യഥാർത്ഥത്തിൽ യെശയ്യ പ്രവാചകന്റെ പുസ്തകം 1 മുതൽ 66 വരെയുള്ള തിരുവചന ഭാഗങ്ങളുടെ പ്രത്യേകതയായിട്ട് നിൽക്കുക. അതുകൊണ്ട് ഈ വചനഭാഗം നമുക്ക് ശ്രദ്ധയോടുകൂടി വായിച്ച് മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു തുറവി ഉണ്ടായിരിക്കണം. നമ്മളിത് വായിച്ച് കേൾക്കുന്നതോടൊപ്പം തന്നെ ഈ അധ്യായങ്ങളിലൂടെ യാത്ര ചെയ്ത് 1, 2, 3 തവണയൊക്കെ വായിച്ചതിന് ശേഷം അത് കൂടുതൽ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇടവരട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.